ഇളംകുളം SVR LPS സ്കൂളിന്റെ വാർഷികാഘോഷം സമുദ്രതീരത്ത് വെച്ച് സംഘടിപ്പിച്ചു. ഇളംകുളം SVR LPS സ്കൂളിലെ 2024-2025 സ്കൂൾ വർഷത്തെ വാർഷികാഘോഷം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് നിരുപമ R അധ്യക്ഷയായ ചടങ്ങിൽ ശ്രീകല RP സ്വാഗതം പറഞ്ഞു. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശാന്തിനി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. കവിത C റിപ്പോർട്ട് അവതരിപ്പിച്ചു. റൂവൽ സിംഗ്, ഷീല K, ശാന്തി ലാൽ, സന്ധ്യ S തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. സുനു നന്ദി പറഞ്ഞു. ഡോക്ടർ TJ അജിത് അമ്മമാരോടൊപ്പം എന്ന പരിപാടി അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയും ഉച്ചയ്ക്ക് അച്ഛനമ്മമാരോടൊപ്പം ഇരുന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വൈകിട്ട് വരെ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. തുടർന്ന് കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ സമുദ്രതീരത്ത് നിന്ന് മടങ്ങി. നമ്മുടെ സ്കൂളിൻ്റെ 64ാമത് വാർഷികമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് ആശംസ അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. അച്ഛനമ്മമാരോട് പറയാനുള്ളതും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ സ്കൂളിലെ കലാപരിപാടികൾ നിങ്ങളെ കാണിച്ച് സന്തോഷിപ്പിച്ച് നിങ്ങളുടെ പൂർവ്വകാല ഓർമ്മകളെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് നടത്തിയത്. നിങ്ങളിവരോടൊപ്പം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും മറന്ന് ഇവരൊക്കെ ഒപ്പം നിൽക്കുക കേട്ടോ. അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് മിക്ക സ്കൂളുകളും പല സംഘടനകളും ഇവിടെ വെച്ച് പരിപാടികൾ നടത്തുന്നതും നിങ്ങളോടൊപ്പം തന്നെ ഓണം മറ്റ് ആഘോഷങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നതും അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതെ നോക്കുന്നതാണ് നിങ്ങളുടെ മകനും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരി കുഞ്ഞുങ്ങളും ഒക്കെ ആയ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ അല്ലേ? നിങ്ങളുടെ മകനല്ലേ അത്? ആണോ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം എപ്പോഴും ഇവിടുത്തെ ഈ മകൻ, അതായത് റൂറൽ സിംഗിനും കുടുംബത്തിനും കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നല്ല സൗകര്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ? അപ്പം നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. SVR LPSൻ്റെ 64ാമത് വാർഷിക ആഘോഷമാണ് സമുദ്രതീരത്ത് വെച്ച് നടത്തുന്നതിനായി തീരുമാനിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ SVR LPSൻ്റെ 64ാമത് വാർഷികാഘോഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി N ശാന്തിനി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു വർഷം വളരെ വേഗം കടന്നുപോയി. പ്രവേശനോത്സവം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വർഷത്തിൻ്റെ അവസാനത്തെ പ്രോഗ്രാമായ വാർഷിക ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ നേടിയ നൈപുണികളെ, കഴിവുകളെയൊക്കെ പഠനോത്സവം എന്ന പേരിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് SVR LPS നടത്തിയ പ്രോഗ്രാം കഴിഞ്ഞിരുന്നു. അപ്പം അത്തരത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പാഠ്യപദ്ധതിക്ക് അപ്പുറം നമുക്ക് പഠിക്കാൻ നൽകുന്ന ഒരു സിലബസിനും അപ്പുറം കരുത്താർജിക്കുക, അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പ്രത്യേകിച്ചും LP തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല മീറ്റിങ്ങുകളിൽ ഞാൻ അവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു കൂട്ടം നല്ല അധ്യാപകരുടെ വലിയ സേവനം ഈ കുഞ്ഞു സ്കൂളിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ പാഠ്യപദ്ധതിക്കും അപ്പുറം നിങ്ങൾ LP തലത്തിൽ ആർജിക്കേണ്ട എല്ലാ കഴിവുകൾക്കും പര്യാപ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് SVRൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന വർഷവും മികച്ച വിദ്യാർത്ഥികളായ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവർത്തിക്കുന്നതിന് എത്തിച്ചേരുന്നതിനാവശ്യമായ പ്രവർത്തന പരിചയം തീർച്ചയായും ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ആരാകണമെന്ന് നമ്മളോട് ചോദിച്ചാൽ ഈ കുട്ടികളുടെ LP തലത്തിൽ നിങ്ങൾക്ക് പല ആൾക്കാരെ നിങ്ങൾ റോൾ മോഡലാക്കി മനസ്സിൽ കരുതിയിട്ടുണ്ടാവും.
ചിലർക്ക് IPS ആവണമെന്ന് ആഗ്രഹമുണ്ടാവും, ചിലർക്ക് IAS കളക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടാവും, പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹമുണ്ടാകും, ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹമുണ്ടാകും. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലുള്ള വലിയ പദങ്ങളിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ കുഞ്ഞു മനസ്സിൽ ആഗ്രഹം ഉദിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കല്ലുവാതുക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വയോജന കേന്ദ്രത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആരുമില്ലാതെ ആയിത്തീർന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനമാണ് ഇതിൻ്റെ സ്ഥാപകൻ ശ്രീ റൂവൽ സിംഗ് പ്രിയ സുഹൃത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തുള്ള അച്ഛനമ്മമാർ എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഈ സ്ഥാപനത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ ഏറ്റവും വലിയ പാഠം, നമ്മുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും ഒന്നും നമ്മളോടൊപ്പം നമ്മളുള്ളിടത്തോളം കാലം നമ്മളോടൊപ്പം നിർത്തുവാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള ഉറച്ച തീരുമാനം നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളിൽ തീർച്ചയായിട്ടും എടുക്കണം. 1962 ചെമ്മരം നാരായണപിള്ള സാറാണ് സ്കൂൾ സ്ഥാപിച്ചത്. 64 വർഷം ഞങ്ങൾ പിന്നിടുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിനും രാധ ടീച്ചറിൻ്റെയും ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിലവിലെ മാനേജർ ശ്രീ NR രാജേഷ് സാർ, ശ്രീമതി R നിരുപമ ടീച്ചർ പ്രഥമ അധ്യാപികയായിട്ടുള്ള ഈ സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 60 കുട്ടികളും 5 അധ്യാപകരുമാണുള്ളത്. മികവുറ്റ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി കടന്നു വരുന്ന കുരുന്നുകളെയും രക്ഷിതാക്കളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് 2024-25 അധ്യയന വർഷത്തെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ ഓരോ കുട്ടികളെയും ഉന്നതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷത്തെ സ്റ്റാഫ് മീറ്റിംഗ് മെയ് 30 കൂടുകയുണ്ടായി. സ്റ്റാഫ് സെക്രട്ടറിയായി ഷീന ടീച്ചറെയും SRG കൺവീനറായി കവിത ടീച്ചറെയും PTA സെക്രട്ടറിയായി ശ്രീകല ടീച്ചറെയും തെരഞ്ഞെടുത്തു. ആദ്യത്തെ PTA പൊതുയോഗം 1/6/2024 ശനിയാഴ്ച കൂടി. ശ്രീ ഹരീഷ് പൂവത്തൂരിനെ പ്രസിഡന്റായും MPTA പ്രസിഡന്റായും മിനിയെയും തെരഞ്ഞെടുത്തു. 4ാം ക്ലാസ്സിലെ അംജിത്ത് AM സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാസം തോറുമുള്ള PTA കമ്മിറ്റിയിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തരികയും ചെയ്യുന്നു. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂടുന്ന ക്ലാസ് PTAകളിലൂടെ പഠനത്തിൻ്റെ വിലയിരുത്തൽ നടത്തുവാൻ രക്ഷിതാവിനും കഴിയുന്നു. PTA പ്രസിഡന്റ് അഭാവത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായി ശ്രീമതി സന്ധ്യ എസിനെ ചുമതലയേൽപ്പിച്ചു. സന്ധ്യയുടെ ഇടപെടൽ അധ്യാപകർക്ക് കൂടുതൽ ശക്തി പകരുന്നു. ജൂൺ ആദ്യവാരം തന്നെ നോൺ മീൽ കമ്മിറ്റി രൂപീകരിക്കുകയും അവരുടെ മേൽനോട്ടത്തിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നു വരുന്നു. പോഷക സമൃദ്ധവും രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ കുട്ടികളുടെ പ്രിയങ്കരിയായ അനിതയുടെ സേവനം എടുത്തു പറയത്തക്കതാണ്. അനിതയ്ക്കും എനിക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കുട്ടികളെ വളരെ ശ്രദ്ധയോടെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗോവൻ, രാംകുമാർ, മനീഷ് എന്നിവരുടെ സേവനം ശ്രദ്ധേയമാണ്. 2023 റീസ്റ്റാർട്ട് ചെയ്ത പ്രീ പ്രൈമറി സ്കൂൾ വിജയകരമായി നടന്നു വരുന്നു. പഠനത്തോടൊപ്പം കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആര്യ ടീച്ചർ ആത്മാർത്ഥമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. ടീച്ചറിനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ മഹത് വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു. മുൻ വർഷങ്ങളിലേതുപോലെ പ്രവേശനോത്സവത്തോടു കൂടിയാണ് അധ്യയന വർഷം ആരംഭിച്ചത്. പഠനോപകരണങ്ങളടങ്ങിയ കിറ്റ്, പൂക്കൾ, മധുരം ഇവ നൽകിയാണ് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാനെത്തിയ പിഞ്ചുകുട്ടികളെ എതിരേറ്റത്. PTA പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. HM, സ്റ്റാഫ് സെക്രട്ടറി, MPTA പ്രസിഡന്റ്, സ്കൂൾ ലീഡർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്നുള്ള ഒരാഴ്ച പഠനോത്സവ ദിനങ്ങൾ ആയിരുന്നു. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി വരുന്നു. കുട്ടികൾ നേടുന്ന തിളക്കമാർന്ന വിജയങ്ങൾ ഇതിനുദാഹരണമാണ്. സ്കൂൾ തലത്തിൽ, സബ് ജില്ലാ തലത്തിലും ഗണിത, ശാസ്ത്ര, സാമൂഹ്യ മേളകൾ, പ്രവൃത്തി പരിചയമേളകൾ, കലോത്സവങ്ങൾ, കായിക മത്സരങ്ങൾ, വിവിധ കിൽസ് മത്സരങ്ങൾ, വിദ്യാരംഗ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് മികച്ച ഗ്രേഡുകൾ ഞങ്ങൾ സ്വന്തമാക്കി. ക്ലാസ് മുറിയിലെ പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ പഠനം, യോഗ പരിശീലനം, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശില്പശാലകൾ, ആരോഗ്യം, ശുചിത്വം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസുകൾ, ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, പ്രവൃത്തി പരിചയമേളയുമായി ചിപ്പി ശങ്കർ നയിച്ച ശില്പശാലകൾ, മാലിന്യമുക്ത നിർമ്മാർജ്ജന സംവിധാനങ്ങൾ, കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന കുട്ടികളുടെ ഹരിതസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ക്ലാസ് മുറികളിൽ മൈക്രോഗ്രീൻ കൃഷിയിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ, LSS സ്കോളർഷിപ്പിനായി പരിശീലനം നൽകൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്താൻ കഴിഞ്ഞു. സ്കൂളിൻ്റെ തനത് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത്
ഭാഷാപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അക്ഷരവെളിച്ചം എന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും ജൂലൈ മുതൽ അധിക സമയം കണ്ടെത്തി ക്ലാസുകൾ നടത്തി എല്ലാ കുട്ടികളെയും, സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അധ്യാപകരുടെ കൂട്ടായ്മയിലൂടെ നടത്തിയ പ്രവർത്തനമാണ്. രണ്ടാമത്തെ തനത് പ്രവർത്തനം സ്കൂൾ പച്ചക്കറിത്തോട്ടം. പച്ചക്കറിത്തോട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിൽ ഞങ്ങൾ ആരംഭിച്ചു. വിവിധതരം പച്ചക്കറി വിത്തുകൾ പാകി വിപുലമായ കൃഷിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ വിളവെടുപ്പെടുത്തു, അതെടുത്ത് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നൽകുന്നു. അതേപോലെ പഴവർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ആഴ്ചതോറും ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകി വരുന്നു. എല്ലാ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ജൂൺ 15 വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് അധ്യാപികയുമായ ശ്രീമതി ശ്രീലത ടീച്ചർ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. കുട്ടികളുമായി ചേർന്ന് കഥ, കവിത എന്നിവ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ടീച്ചറിന് സ്കൂളിൻ്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. അതേപോലെ അമ്മ എൻ്റർപ്രൈസസ് ആൻഡ് ഗോഡൗൺ മാനേജിംഗ് ഡയറക്ടറായ VS സന്തോഷ് കുമാർ സാർ മധുരം മലയാളം പദ്ധതിയിലൂടെ സ്കൂളിന് പത്രങ്ങൾ നൽകിയത് കുഞ്ഞുങ്ങൾക്ക് വായനയിലേക്കും എഴുത്തിലേക്കും മുന്നേറാൻ കൂടുതൽ പ്രയോജനപ്രദമായി. സാറിനെയും ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. യോഗാ ദിനം, ചാന്ദ്രദിനം, ബഷീർ ദിനം, സ്വാതന്ത്ര്യദിനം, ഓണാഘോഷം, അധ്യാപക ദിനം, കേരളപ്പിറവി ദിനം, കർഷക ദിനം, ഗാന്ധി ജയന്തി, മില്ലറ്റ് ദിനം തുടങ്ങിയ നിരവധി ദിനാചരണങ്ങൾ വിവിധ പ്രവർത്തനങ്ങളുടെ വിപുലമായി ആഘോഷിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം എടുത്തു പറയേണ്ടെന്ന് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചു. ധാരാളം വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ആഘോഷമായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളുമായി എത്തിച്ചേർന്നു. ക്രിസ്മസ് വിരുന്ന്, കേക്ക് മുറിക്കൽ, അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും കലാവിരുന്ന് ഇതെല്ലാം ആഘോഷത്തിന് മികവ് കൂട്ടി. 3ാം ക്ലാസ്സിൻ്റെ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എക്സാമുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ കൃത്യതയോടെയും സമയബന്ധിതവുമായി ചെയ്തു തീർത്ത സുനി ടീച്ചറിന് 3ാം ക്ലാസ് അധ്യാപികയുടെ താൽക്കാലിക അവധിയിൽ പ്രവേശിച്ച ടീച്ചറായിരുന്നു. ആ ടീച്ചറിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പാരിപ്പള്ളി സംസ്കാരയുടെ ഈ വർഷത്തെ പുസ്തക അവാർഡ് 2500 രൂപയുടെ പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് അവർക്ക് സമ്മാനിച്ചത്. സംസ്കാരയുടെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കുറുമ്പുകളുടെ രുചിമേളം എന്ന തലക്കെട്ട് നൽകി ആഘോഷിച്ച ഭക്ഷ്യമേള അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഒരു വികാരമായി മാറി. കുട്ടികളുടെ പലഹാരമേള, അമ്മരുചി, അധ്യാപകരുടെ പായസമേള, പഴമയുടെ സ്വാതറിയൽ, ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനം നടന്നു. മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി മേള നാടിൻ്റെ ഉത്സവമായി മാറിയത് സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരുന്നു. പഠന വിനോദയാത്ര കോട്ടയം മാംഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലേക്കാണ് പോയത്. വേനൽ ചൂടിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയുടെ മനോഹാരിത കുട്ടികൾക്കും അധ്യാപകർക്കും നന്നായി ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ചു. ഈ വർഷത്തെ പഠനോത്സവം മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച പൊതുവിടമായ പുത്തമ്പള ജംഗ്ഷനിൽ വെച്ച് നടത്തുകയുണ്ടായി. ഒരു അധ്യയന വർഷം ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടിയ മികവുകളുടെ അവതരണമാണ് നടന്നത്. കുട്ടികൾ അവർക്ക് കിട്ടിയ കഴിവുകൾ യാതൊരു സങ്കോചവും കൂടാതെ വേദിയിൽ അവതരിപ്പിച്ചു. തത്സമയ വായന, തത്സമയ രചനകൾ, പാട്ടരങ്ങ്, സർഗാത്മക നാടകങ്ങൾ, കഥ ഭാവാത്മകമായി പറയൽ, ദൃശ്യാവിഷ്കരണം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, രൂപങ്ങൾ തിരിച്ചറിയൽ, സ്കിറ്റുകൾ, അഭിനയഗാനം, കേരളത്തെ പരിചയപ്പെടുത്തൽ, ഗണിത തിരുവാതിര, ഇംഗ്ലീഷ് സ്റ്റോറീസ്, പരീക്ഷണങ്ങൾ, ബോധവൽക്കരണ യജ്ഞം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് അവരവിടെ മികവുകൾ പ്രകടമാക്കിയത്. നാടിൻ്റെ ആഘോഷമാക്കി മാറ്റി നമ്മുടെ കുട്ടികൾ. ഈ അക്കാദമിക വർഷത്തിലെ മറ്റൊരു പ്രവർത്തനമായിരുന്നു സ്കൂളിലെ സ്റ്റാഫുകളുടെ വീട്ടിൽ വിശേഷ ദിനങ്ങൾ സ്കൂളിലെ കുട്ടികളുമായി പങ്കിട്ടുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അത് മുഴുവൻ സ്റ്റാഫുകളും അങ്ങനെയാണ് ആഘോഷിച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷിച്ച ദിനങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. 4ാം ക്ലാസ്സിൽ നിന്നും ഒരു കൂട്ടം ചുണക്കുട്ടികൾ ഈ അധ്യയന വർഷം സ്കൂളിൽ നിന്നും വിടവാങ്ങുകയാണ്. ഞങ്ങൾക്കതൊരു വിഷമമുള്ള ഒരു ഘട്ടമാണത്. എന്നാലും അവർക്ക് ഉന്നത പഠനത്തിനായി പോയേ പറ്റുള്ളൂ. അപ്പം അവർക്കും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗവും. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം എന്നാലും ഈ റിപ്പോർട്ട് ഞങ്ങൾ അവരെ കാണിക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങളുടെ സ്കൂളിനെ കൂടി പരിഗണിക്കണമെന്ന് അധികാരികളോട് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. 2024-25 അധ്യയന വർഷം അവസാനിക്കുകയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ഒരു അധ്യയന വർഷം മറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാനേറെയുണ്ട്. ഈ വർഷത്തെ ഓരോ വിജയത്തിന് പിന്നിലും കൂട്ടായ്മയിലൂടെ കഠിന പ്രയത്നം ചെയ്ത അധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ, സ്നേഹനിധികളായ വ്യക്തികൾ, നാട്ടുകാർ എല്ലാവർക്കും നന്ദിയും ഞങ്ങളുടെ ആശംസകളും നിറഞ്ഞ സദസ്സിന് മുമ്പാകെ സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ചർച്ചയ്ക്കും പരിഗണനയ്ക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇളംകുളം
പുത്തൻവിള ജംഗ്ഷനിലാണ് പഠനോത്സവം എല്ലാം അരങ്ങേറിയത്. മിക്ക സ്കൂളുകളും പൊതു ഇടത്ത് കൊണ്ടുവച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വൈമുഖ്യം കാണിക്കുന്ന ഈ ഒരു അവസരത്തിൽ വളരെ കുറച്ച് കുട്ടികളുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല മികവാർന്ന പ്രവർത്തനങ്ങളോടുകൂടി, കാരണം BRC തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും രേഖപ്പെടുത്തലുകളോടുകൂടി വന്ന പ്രവർത്തനങ്ങളാണ്. അവരുടെ കഴിഞ്ഞ വർഷം മാർച്ച് 18 ആ വർഷവും നമ്മൾ വാർഷികം ഇവിടെ കൊണ്ടുവച്ചാണ് ഒരു ദിവസം ഈ അമ്മമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഒന്ന് പങ്കെടുക്കാനായിട്ട്, അവരുമായിട്ട് നമ്മുടെ ആ സന്തോഷം പങ്കുചേരുന്നതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വിവാഹ വാർഷികം നമ്മൾ ഈ അമ്മമാരോടും അച്ഛന്മാരോടൊപ്പം അവരുടെ സന്തോഷം അവരറിയാതെ തന്നെ ഒന്ന് ഇവിടെ വന്ന് ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് വളരെ അവസരം ഉണ്ടായി. അവരുടെ ജീവിതത്തിൽ വളരെ മറക്കാനാവാത്ത ഒരു ദിവസമായി ഇന്നത്തെ ദിവസം കുറിച്ചിടും, അത് തീർച്ചയാണ്. പിന്നെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായ സാർ ഇവിടെ ദൈവതുല്യനായിട്ട്, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവരാരും ഈശ്വരനെ ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത്, റുവർ സിംഗ് സാറിനെ ആയിരിക്കും ഇവരുടെ എല്ലാം മനസ്സിലെ ദൈവം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുവിധം അറിയുന്ന ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല പരിചയപ്പെടുന്നവരുടെ എല്ലാം മനസ്സിൽ വളരെ നല്ല ദൈവത്തിൻ്റെ വരച്ചിട്ട രൂപമായിരിക്കും റുവർ സിംഗ് സാറിൻ്റേത്. കാരണം ഏതൊരു പ്രവർത്തനത്തിലും നമ്മൾ വിളിച്ചാലും ഞാൻ എപ്പോഴും ടീച്ചറെ ഓക്കെ ഇനി വന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്ര ഒരു ഗ്രിമ്മിലെ ഡേറ്റുകൾ നമ്മൾ ചോദിച്ചാലും സാറേ അത് ടീച്ചർ വിഷമിക്കേണ്ട, നമുക്ക് ശരിയാകും എന്നുള്ള രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും ഏതൊരു കാര്യത്തിനായാലും ഒരു നല്ല ഉപദേശമായാലും, അതുപോലെ ഈ വേദി സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് പുറത്തു കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു വേദി ടീച്ചർ വന്നാൽ മതി എന്നുള്ള ആ രീതിയിലാണ് ഏത് ദിവസവും ആ അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സാറിനെ വളരെ എൻ്റെ സ്നേഹം നിറഞ്ഞ വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രസംഗത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ നല്ലൊരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പല സ്കൂളിൻ്റെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വിശാലമായ റിപ്പോർട്ട് കേൾക്കുന്നത് തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റിപ്പോർട്ടാണ്. അത് കേൾക്കേണ്ടത് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ബന്ധപ്പെട്ട ആളുകളായിരുന്നെങ്കിലും അവർക്ക് സമയത്തിൻ്റെ കുറവ് കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടി വന്നു. കുട്ടികൾ ഏതാണ്ട് സുന്ദരനും സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക പരിപാടികൾ നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ PTA-യും അധ്യാപകരും അതോടൊപ്പം രക്ഷകർത്താക്കൾ, എനിക്കൊന്ന് രക്ഷകർത്താക്കൾ മൊത്തം എത്തിയില്ല എന്ന് മനസ്സിലാക്കുന്നത്, അതിനൊരു കുറവുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ സ്ഥാപനത്തെക്കുറിച്ച് പല നല്ല കാര്യങ്ങളും ഞാൻ നേരത്തെ മുതൽ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇതിനുള്ളിലേക്ക് കടക്കുന്നത്. ഇതുവഴി പോകുമ്പോഴെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ ബോർഡെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും അകത്തേക്ക് വന്നിട്ടില്ല. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ 2022 ഈ SVR LPSൽ നിന്ന് വിരമിച്ച അധ്യാപികയാണ്. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവർ എന്നെ അറിയിക്കുകയും പറ്റുന്ന സാഹചര്യമാണെങ്കിലും ഞാൻ എല്ലാത്തിനും എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതിയും എല്ലാം അനുകൂലമാണെങ്കിൽ ഇനിയും എനിക്ക് ഈ സ്കൂളിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അറിയുകയാണെങ്കിലും അവർ എന്നെ അംഗീകരിക്കുകയാണെങ്കിലും ഞാൻ എല്ലാ പരിപാടിക്കും എത്തിച്ചേരുമെന്നാണ് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അധ്യാപികയായി 30 വർഷം ഈ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ സ്കൂളിൻ്റെ ഒരുവിധമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാവുകയും സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ രീതിയിലും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്നൊന്നും നമുക്ക് ഇത്രയും അറിവില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ റിട്ടയർഡായി പോയതിന് ശേഷമാണ് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് സ്കൂൾ മുഖാന്തരം അറിയുന്നതും മറ്റു ചാനലുകളിലൂടെയും മറ്റും വ്യക്തമായ ഒരു അറിവുണ്ടാകുന്നതും. നേരത്തെ നമ്മൾ എന്തുകൊണ്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റിയത്. ഇത് നേരത്തെയുള്ള സ്ഥാപനമാണ്.
അനേകം ആളുകൾ അന്തേവാസികൾ താമസിക്കുന്ന ഒരു സ്ഥാപനമാണെന്നും എല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ വൈകിയ വേളയിൽ ഞാൻ അധികം നീട്ടി കൊണ്ടുപോകുന്നില്ല. കുട്ടികളെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയാണ്. അവർക്കുള്ള അവസരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിനും ഈ സ്ഥാപനത്തിനും ഉള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അമ്മമാരെ കണ്ടതിലും. അതുപോലെ തന്നെ അതിനെക്കാട്ടി സന്തോഷം എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. ദാഹിച്ചു വരുന്നവർക്ക് മരപ്പച്ച കാണാൻ സാധിച്ചു. അവർ രണ്ടുപേരും വെള്ളം കുടിക്കാൻ എത്തിയപ്പോൾ ആദ്യത്തെ അടിയുണ്ട കൂട്ടുകാരൻ ചെളിയിൽ മുങ്ങാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ജീവൻ രക്ഷിച്ചു. അവൻ കല്ലിലേറി. ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഒന്നൂടെയാടൂ ചന്തത്തിൽ കണ്ണിരൂതി ചന്ദന പൊട്ടും തൊട്ടും പൊന്മയിൽ പേലി ചാർത്തിയ കണ്ണാ നീ വിളയാട്. ലോട്ടറി അടിച്ചാലും 6ാമത്തെ ലോട്ടറി അടിക്കാത്തതിനെ കുറിച്ചാണ് പരാതി. നാരങ്ങ വിളക്ക്, നെയ് വിളക്ക്, മറ്റേ വിളക്ക്, ഇല്ലാത്ത ബഹളങ്ങളൊന്നുമില്ല. മെഴുകുതിരി, വലിയ വിളക്ക്, ചെറിയ വിളക്ക്, വലിയ വെടി, ചെറിയ വെടി, ഒരു വെടിയുമില്ല. ഇതാണ് ദൈവസ്നേഹം, ഇതാണ് ദൈവം. ഈ മനസ്സിലിരിക്കുന്നത് എന്താണോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോഡ്. ആ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താനിടയാകട്ടെ. നിങ്ങൾ എളംകുളം സ്കൂളിൽ വിളിച്ചാൽ ഇനിയും ഞാൻ വാർഷികം അല്ലെങ്കിൽ പോലും വരും. അധ്യാപകരുമായിട്ട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കാൻ. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായി പോയെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കാരണം ഇന്ന് ഒത്തിരി പ്രോഗ്രാം നമ്മുടെ BRC ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ 2 പ്രോഗ്രാം കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രോഗ്രാമിനാണ് ഞാനിരിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രീ പ്രൈമറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ഇപ്പോൾ ചാത്തന്നൂർ സെൻറ്റ് ജോർജ് UPSC നമ്മുടെ ചാത്തന്നൂർ സബ് ജില്ലയുടെ എല്ലാ അധ്യാപകർക്കും ഉള്ളൊരു ഒണ്ടേ ശില്പശാല നടക്കുകയാണ്. ഇവിടെ നിന്നുള്ള അധ്യാപകരും അതിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിവിടെ വരുന്നത്. സത്യത്തിലൊന്ന് കയറിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഈ പരിപാടി തീരുന്നത് വരെ ഇവിടെ ഇരിക്കണമെന്ന് തോന്നുന്നു. കല്ലുവാതുക്കൽ ഇപ്പോൾ പഠനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമില്ല, പല വാർഷികങ്ങളിലും പല
നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അമ്മമാരോടും അല്ലെങ്കിൽ സഹോദരങ്ങളോടും കൂടി ഈ കൊച്ചുമക്കളോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, വളരെയധികം സന്തോഷമുണ്ട്. അതിന് അവസരം ഒരുക്കി തന്ന SVR-LPS ഇളംകുളം സ്കൂളിലെ പ്രഥമ അധ്യാപിക നിരുപമ ടീച്ചറോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സംരംഭം നടത്താനായിട്ട് നല്ല രീതിയിൽ ഇവിടെ ഇത്രയും നല്ല മനോഹരമായൊരു വേദി സജ്ജമാക്കി തന്ന സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള റുവൽ സിംഗ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു BRCയുടെ പേരിൽ. കാരണം SVR-LPSൻ്റെ ചുമതലയുള്ള ഒരു കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ. അപ്പോൾ തീർത്തും ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷണൽ ടാക്ക് ഇവിടെ നടത്തിയ നമ്മുടെ ആരായിരിക്കണം വിദ്യാർത്ഥികൾ, ആരായിരിക്കണം അധ്യാപകർ, വളരെ ഉദാഹരണങ്ങൾ സഹിതം വളരെ നല്ല രീതിയിൽ മോട്ടിവേഷൻ നൽകിയ നമ്മുടെ അജിത് സാറിനെ ഞാൻ ആദ്യമാണ് കാണുന്നത്. സാർ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഞാൻ ആദ്യം അമൃത സ്കൂളിൽ അധ്യാപകനായിരുന്നു, പിന്നീടാണ് BRCയിലേക്ക് പോയത്. ഒരുപക്ഷെ സാറും ഒരു അധ്യാപകനാണെന്ന് സത്യം ഇന്ന് 32 വർഷത്തെ സർവീസുള്ള ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ദൗത്യം നല്ല രീതിയിൽ പൂർത്തിയാക്കി ഇന്നും പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കാണാൻ സാധിച്ചതും ഭാഗ്യമായി കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. എല്ലാവരും അത് പ്രാവർത്തികമാക്കാൻ, പ്രത്യേകിച്ചും ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം സ്വഭാവ രൂപീകരണ സമയമാണ്. ആ സമയം നമ്മൾ വളരെയധികം, അതായത് LP അധ്യാപകർ 1 മുതൽ 4 വരെയുള്ള ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ആ രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ കൂടി സജ്ജരാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഈ വാർഷികോത്സവത്തിന് BRCയുടെ പേരിൽ പ്രത്യേകം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ അച്ഛന്മാരായാലും അമ്മമാരായാലും പാടുന്നതും അവരുടെ സന്തോഷം, ഇവിടെ കുട്ടികൾ ഇവിടെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അവരുടെ കയ്യടിയും അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നിരുന്നെങ്കിലും അന്ന് റുവൽ സിംഗ് സാറ് സ്കൂളിലേക്ക് വന്നാണ് നമ്മുടെ ആനിവേഴ്സറിക്ക് സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത്. അന്ന് സാർ അവിടെ വെച്ച് പറയുകയുണ്ടായി, ഇനിയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അമ്മമാർക്ക് കൂടെ അത് കാണാനൊരു അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ടീച്ചർ നമ്മളെ കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഒരു ദിവസം ഇവിടെ കുറച്ച് നേരം ചെലവിട്ടത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനും നമ്മളെല്ലാവരും ഇവിടെ വന്ന് ചേർന്നതും ഈ ഒരു അവസരം കിട്ടിയതിലും കുട്ടികൾക്കെല്ലാം ഇവിടെ വെച്ച് തന്നെ ഈ ആനുവൽ ഡേ വളരെ മനോഹരമാക്കാൻ കഴിഞ്ഞതിലും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ മറ്റ് അധ്യാപകരുടെ പേരിലും രക്ഷിതാക്കൾ, മറ്റ് സ്റ്റാഫുകൾ, ഇവിടെ എത്തിച്ചേർന്ന ശാന്തിലാൽ സാറ്, എല്ലാവർക്കും റുവൽ സിംഗ് സാറിന് പ്രത്യേകിച്ച് നമുക്ക് മനോഹരമായൊരു ഊണും കാര്യങ്ങളും എല്ലാ രീതിയിലും നമ്മളിവിടെ നല്ല രീതിയിൽ സൽക്കരിച്ച് ഇവിടം വരെ മനോഹരമാക്കിയതിന് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിൽ, കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും മറ്റ് അധ്യാപകരുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. മനോഹരമായിട്ടാണ് അവർ പാടുന്നത്, അമ്മമാരും സഹോദരങ്ങളുമൊക്കെ. പക്ഷെ അത് ഞങ്ങൾക്കും കേൾക്കാനൊരവസരമായി. കേട്ടിട്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുകയാണ്. പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. അടുത്തത് സമ്മാനദാനമാണ്. ഇടയ്ക്ക് 1-2 പേർക്ക് കൊടുത്തു വിട്ടിരുന്നു, അത് ചില കാരണങ്ങൾ കൊണ്ട് കൊടുത്തു വിട്ടതാണ്. ഇനി അടുത്ത് നമ്മുടെ പ്രൈസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ക്യാഷ് അവാർഡുകളാണ്. 2023-24 സ്കൂൾ വർഷത്തിലെ ഞങ്ങളുടെ സ്കൂൾ ടോപ്പർ, 4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചു പോയ സ്കൂൾ ടോപ്പർ സജിത RSനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.